നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് കുക്കറിൽ ചോറ് വെച്ചാലോ. ഇത് 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. ഈ അരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഈ കുക്കറിൽ അരി വേവിക്കുന്ന സമയത്ത് പലരും പറയും കുഴഞ്ഞിരിക്കുമെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഈ കുത്തരി എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഒരു 3 വട്ടമാണ് ഞാൻ വെള്ളം ഒഴിച്ചത് കഴുകുന്നത്. അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ ഇതിൽ വെള്ളം പറ്റിച്ചല്ല ഇതെടുക്കുന്നത്. പകരം നമ്മൾ സാധാരണ കലത്തിലൊക്കെ അരി വേവിക്കുന്ന സമയത്ത് ലാസ്റ്റ് കഞ്ഞിവെള്ളം ഊറ്റിക്കളയുമല്ലോ, അതേ രീതിയിലാണ് ഞാനിത് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിലേക്ക് വെള്ളം ചേർക്കാൻ. ഈ 1 കപ്പ് അരിയിലേക്ക് അതേ കപ്പിൻ്റെ അളവിൽ 6 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് അടച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലാണ് വെക്കുന്നത്. സാധാരണ കുത്തരിക്ക് നല്ല വേവുള്ളതാണ്. അതുകൊണ്ട് ആദ്യം നമുക്കൊരു 3 വിസിലൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വേവൊന്ന് നോക്കിയിട്ട് കൂടുതൽ വേവിക്കണമെങ്കിൽ പിന്നീട് നമുക്ക് ഈ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇത് നമുക്ക് അടച്ചൊന്ന് വേവിക്കാം. ഒരു 3 വിസിൽ വെക്കണം. 3 വിസിലടിച്ചിട്ട് അതിൻ്റെ ആവി പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ഇനി ഒഴിക്കണ്ട. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 1 വിസിലൂടെ വെക്കുക. അതിനുശേഷം അതിൻ്റെ ആവി പോയി കഴിയുമ്പോൾ നമുക്കിത് സാധാരണ നമ്മൾ കലത്തിൽ ചോറ് വെക്കത്തില്ലേ, അതേപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് അടച്ചിടാം. അതായത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ചരിച്ച് അടച്ചു വെക്കണം. 1 വിസിൽ കൂടി വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ആവി പോയിട്ട് ചോറെടുത്ത് നോക്കിയിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു 3 വിസിൽ വെച്ചിട്ട് അത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. വെന്തെങ്കിൽ അപ്പോൾ തന്നെ ഊറ്റിയെടുക്കാം. അതല്ലെങ്കിൽ 1 വിസിൽ കൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു പാത്രം വെച്ച് അടച്ചിട്ട് ഒരു ചരുവത്തിലേക്കോ മറ്റോ ഒന്ന് അടച്ച് ഇതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് അടച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളമെല്ലാം ഊറിപ്പോയിട്ട് നമുക്ക് ചോറ് നല്ല മണിമണിയായിട്ട് തന്നെ കിട്ടും. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ജോലി സമയമൊക്കെ വളരെ കുറച്ച് മതി. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. അതിനുശേഷം അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.